ഇന്ന് ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് കൊള്ളിയും ചിക്കനും കൂടിയിട്ട് ബിരിയാണി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിലേക്ക് വേണ്ടിയിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതൊക്കെ ചതച്ചിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പട്ട, ഗ്രാമ്പൂ അങ്ങനത്തെ മസാലകളും ഇട്ടിട്ടുണ്ട്. പിന്നെ അതായത് ചിക്കനൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കൊള്ളി ഇതാ വേവിച്ച് വെച്ചിട്ടുണ്ട്. കൊള്ളി കുറച്ച് അത്ര നല്ലതല്ല എന്ന് വെച്ചാൽ നല്ല പൊടിയൊക്കെ ഉണ്ട്, ഇങ്ങനെ വെന്തിട്ടൊക്കെ ഉണ്ട് നന്നായിട്ട്. പക്ഷേ കടയിലിരുന്നിട്ട് കുറച്ച് പഴയതായിട്ടുണ്ട് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ചില ഭാഗമൊക്കെ കേടായിരുന്നു. 2 കിലോ കൊള്ളി വാങ്ങിയിട്ടുണ്ട് വെച്ചെങ്കിൽ അതിൽ ഒരു 1/4 കിലോളം ഞാൻ കളഞ്ഞിട്ടുണ്ടാവും. ആ ഭാഗമൊക്കെ കേടായിട്ട്. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിയിട്ട് അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ ആ പച്ചമണം പോണ വരെ. അതിൻ്റെ ശേഷം തക്കാളി കട്ട് ചെയ്ത് വെച്ചത് ചേർക്കുകയാണ്. വെച്ചു അതാ ഉണ്ണീനെ എടുത്ത് നടക്കുന്നുണ്ട്. വീട്ടിലാരും ഇല്ല എന്ന് വെച്ചാൽ കുട്ടികളും ഞാനും മാത്രമേ ഉള്ളൂ. അമ്മയും ചേച്ചിയൊന്നും അവിടെ ഇല്ല. തക്കാളി നല്ലോണം വെന്ത് ഉടഞ്ഞതിൻ്റെ ശേഷം ഞാൻ ചിക്കൻ ഇട്ട് കൊടുക്കണം കേട്ടോ. ചിക്കൻ ഞാനിങ്ങനെ തരഞ്ഞിട്ടാണ് ഇടുന്നത്. എല്ലുള്ള പീസുകളാണ് ഇട്ട് കൊടുക്കുന്നത്. എല്ലുള്ള പീസുകൾ കഴിക്കാൻ ഒരു ടേസ്റ്റാണല്ലോ. പിന്നെ കുറച്ച് നാളെ രാവിലെ കറി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ബാക്കി എല്ലാ ചിക്കനും ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി എടുക്കുന്നുണ്ട്. ചിക്കനൊക്കെ ഇട്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ച് ക്വാണ്ടിറ്റി കൂടിപ്പോയോന്ന്. പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കറക്റ്റായിരുന്നു കേട്ടോ. ഞാൻ അധികം ഇങ്ങനെ കൂടുതൽ ഉണ്ടാക്കാറില്ല. ഞാനും സിയമോളും ആര്യനും മാത്രമല്ലേ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ കുറച്ച് ഉണ്ടാക്കാറ്. വീട്ടിൽ വരുമ്പോൾ ഒരുപാട് പേരുണ്ടല്ലോ, അപ്പോൾ കൂടുതൽ ഉണ്ടാക്കണം. അപ്പോൾ ഇതൊക്കെ ഇട്ട് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കൂടുതലായോന്ന്. പക്ഷേ എല്ലാവർക്കും കറക്റ്റായിരുന്നു. പിന്നെ അതാ ചിക്കനൊക്കെ നല്ല വെന്ത് അതിൽ തന്നെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കൊള്ളി വേവിച്ച് വെച്ചത് അതിലേക്ക് ഇട്ടെടുക്കുകയാണ്. കൊള്ളി കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നന്നായി വെന്തോണ്ട് തന്നെ അതിങ്ങനെ ഇട്ടിട്ട് നമ്മൾ ഉടച്ചു കൊടുക്കുമ്പോൾ നന്നായി ഉടയുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൽ നന്നായിട്ട് ഉടഞ്ഞ് ചേരണം, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ചേച്ചി വരുമ്പോൾ ചായക്ക് കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് സമൂസ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേ ചിക്കനും കൊള്ളിയൊക്കെ നന്നായി സെറ്റാക്കി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അതിലേക്ക് മല്ലിച്ചപ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇട്ട് കൊടുത്തിട്ട് ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ വന്നിരുന്നിട്ട് ചായ കുടിക്കുകയാണെങ്കിൽ ഇപ്പോൾ ചായയുടെ കൂടെ കഴിക്കാനും പറ്റില്ല, നേരെ ഒരുപാടായി. അപ്പോൾ അതേ അമ്മ വരുമ്പോൾ പഞ്ഞിമിഠായും കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ എന്തോ ഒരു മിഠായും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങളിതൊരു 8:30 ആകുമ്പോൾ ഇന്നിപ്പോൾ ചോറിന് പകരം ഇതാണ് കഴിക്കുന്നത്. ഞാൻ ഉണ്ടാക്കണതുകൊണ്ട് എനിക്ക് എരിവ് കുറവാകുമോ കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അമ്മയ്ക്കൊക്കെ എരിവ് കറക്റ്റായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ എല്ലാവർക്കും ഇഷ്ടമായി. തിങ്കളാഴ്ച കാലത്ത് പിന്നെ ഞാൻ വീട്ടിലേക്ക് പോന്നു കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് വരുന്ന വഴി ഞാൻ മീനൊക്കെ വാങ്ങിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. വന്നിട്ട് പിന്നെ ആരിനും സ്കൂളുണ്ടായിരുന്നില്ല. ഇവിടെ അടുത്തുള്ള അമ്പലത്തിൽ ഉത്സവമായ കാരണം സ്കൂളുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ സിയമോളുടെ കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ആര്യ ഉണ്ടായിരുന്നു കേട്ടോ. ആര്യൻ്റെ കൂടെ ഇരുന്നിട്ട് കുറേ നേരം കളിക്കുകയൊക്കെ ചെയ്യും. ഇപ്പോൾ പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയപ്പോൾ ഏട്ടൻ്റെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അമ്മയും ഞാനും കൂടിയിട്ടാണ് എന്നിട്ട് മീനൊക്കെ നന്നാക്കിയത്. ഞാൻ കുറച്ച് അധികം മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ വരുമ്പോൾ. അപ്പോൾ ബാക്കിയുള്ള മീൻ ഞാൻ നന്നാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ വറുക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ വറുക്കാനുള്ള മസാലയൊക്കെ ഇട്ടിട്ട് തേച്ച് വെക്കുകയാണ് കേട്ടോ. പിന്നെ അയില ഞാൻ കറി വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ വെക്കില്ല, ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ സാമ്പാറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ വയ്ക്കുന്നില്ല, വൈകുന്നേരം വെക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. ഈ ചൂടമീൻ വറുത്തിട്ട് കഴിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണിത്. അതുപോലെ തന്നെ ആര്യനും ഒക്കെ നല്ല ഇഷ്ടമാണ്. സിയമോൾക്ക് കൊടുത്തിട്ടുണ്ടോയെന്ന് അറിയില്ല, എന്തായാലും കൊടുത്ത് നോക്കണം. അവൾക്ക് കുറച്ചിട്ട് ഉണ്ടാക്കിയിട്ട് മാറ്റി വയ്ക്കണം. മീനിൽ തേക്കാൻ വേണ്ടിയിട്ട് മസാല അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് പെരിഞ്ചീരകം പൊടിച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ ഇതിൽ കുറച്ച് ഞാൻ എരിവ് കുറച്ച് ഇട്ടിട്ടുള്ളൂ. ഞാൻ മറ്റേ കാശ്മീരി മുളക് പൊടിയില്ലേ, അതാണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് ഞാനത് സിയമോൾക്കുള്ളത് ഞാനൊരു പാത്രത്തിൽ മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. അതിൻ്റെ ശേഷം പിന്നെ എനിക്കും ആരിനും ഉള്ളതിൽ ഞാൻ കുറച്ചും കൂടി സാധാ മുളക് പൊടി ഉണ്ടല്ലോ, അത് കുറച്ചും കൂടി എരിവുള്ളതല്ലേ, അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മീൻ വറുത്തതും ചിക്കൻ വറുത്തതൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് എരിവോട് കൂടി കഴിക്കാനല്ലേ ടേസ്റ്റ്. എരിവില്ലാച്ചെങ്കിൽ കഴിക്കുമ്പോൾ എന്തോ പോലെയാണ്. അപ്പോൾ ഞാൻ കുറച്ച് എരിവ് കൂടുതൽ ഞങ്ങൾക്കുള്ളതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ അവിടെ മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. പിന്നെ മറ്റേ മീൻ ഞാൻ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. ഉണങ്ങിയ ഡ്രസ്സൊക്കെ ഞാൻ ബെഡിൽ കൊടുത്തിട്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. വന്ന വഴി സിയമോൾക്ക് ഭക്ഷണം കൊടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ 2 ദിവസമായല്ലോ എടുത്ത് വെച്ചിട്ട്. ഇന്നാണ് ടൈറ്റ് ചെയ്തിട്ടിടുന്നത്. ആദ്യം വിചാരിച്ച് ഡ്രസ്സ് മടക്കി വെച്ചിട്ട് കുളിക്കാമെന്ന്. പിന്നെ തോന്നി വേണ്ട, വേഗം പോയിട്ട് കുളിക്കുക, അല്ലെങ്കിൽ ഇനിയും കുളി നേരം വൈകും. ഒന്നാമത് മീനൊക്കെ നന്നാക്കിയിട്ടുള്ളതല്ലേ, അപ്പോൾ ഒരു സ്മെല്ലുണ്ടാവും.
കുളിക്കാൻ കയറുമ്പോൾ കറക്റ്റ് സീമോൾ ആ സമയത്ത് തന്നെ വന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എൻ്റെ കൂടെ കുളിക്കാൻ വേണ്ടിയിട്ട് വാശി പിടിക്കുന്നു. പക്ഷേ അവൾ എന്തോ പോയി. കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇതാ ഞാൻ മീൻ വറുക്കാൻ വെക്കുകയാണ് കേട്ടോ. ആദ്യം സീമോൾക്കുള്ളതാണ് വറുക്കണത്. സീമോളുടെ വറുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്കുള്ളത്. അല്ലെങ്കിൽ പിന്നെ ആ ഒരു എണ്ണയിൽ കിടന്ന് വറുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഇതിൽക്കും കൂടി പിടിക്കില്ലേ. അതുകൊണ്ട് ഞാൻ സീമോളുടെ ആദ്യം വറുത്തെടുക്കുകയാണ് കേട്ടോ. മീൻ വറുക്കുമ്പോൾ പിന്നെ എനിക്ക് തോന്നി എന്തെങ്കിലും ഒരു ഉപ്പേരി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഫ്രിഡ്ജിൽ ചീര ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചീരയും കോഴിമുട്ടയും കൂടിയിട്ട് തോരൻ പോലെ വെക്കില്ലേ, അങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ. മീനൊക്കെ വറുത്തിട്ട് ഞാൻ പാത്രത്തിലേക്ക് എണ്ണ ഇല്ലാതെ ഊറ്റിയെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അതേ അപ്പുറത്ത് ഞാൻ മുട്ട ഇട്ട് തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട്. മുട്ടയും ചീരയും കൂടിയിട്ട് തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി പാത്രത്തിലാക്കി വെച്ചെങ്കിൽ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. വീട്ടിൽ നിന്ന് വരുമ്പോൾ ഇല വാട്ടിയിട്ട് അമ്മ ചോറ് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. ചോറിൻ്റെ കൂടെ സാമ്പാറും ഉണ്ട്. അപ്പോൾ ഞാൻ സാമ്പാർ പാത്രത്തിലാക്കിയിട്ടുണ്ടെങ്കിൽ ചോറ് ഞങ്ങൾക്കുള്ളത് ഇലയിൽ നിന്ന് എടുക്കുക കേട്ടോ. ഈ ഇലയിൽ പൊതിഞ്ഞിട്ടുള്ള ചോറിനൊരു നല്ല സ്മെല്ലാണല്ലേ. ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇരിക്കുകയാണ് കേട്ടോ. ആര്യയുണ്ട്, ആര്യ ഇപ്പോൾ വരും. സീമോൾ ഇതാ അപ്പുറത്ത് കിടന്നിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്.